ഭാരതീയർക്കുള്ള കൈലാസ് മാനസരോവർ യാത്ര നേരത്തെ പുനരാരംഭിച്ചേക്കും. യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായിരുന്നുവെങ്കിലും സമയക്രമം സംബന്ധിച്ച ധാരണയായിരുന്നില്ല. അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. അതിർത്തി വിഷയങ്ങളുടെ ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ യോഗത്തിലാണ് തീരുമാനം. ബീജിംഗിലാണ് യോഗം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഭാരതീയർക്കുള്ള കൈലാസ് മാനസരോവർ യാത്ര നേരത്തെ പുനരാരംഭിക്കും നിശ്ചയിച്ചതിനും മുന്നേ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ സമയക്രമം സംബന്ധിച്ചിപ്പോൾ ധാരണയായിട്ടുണ്ടോ? അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും. രോഹിണി, 4 വർഷമായി നിർത്തിവെച്ചിരിക്കുന്ന കൈലാസ് മാനസ സരോവർ യാത്ര വീണ്ടും പുനരാരംഭിക്കുന്നതിൽ ഭാരതത്തിനും ചൈനയ്ക്കുമിടയിൽ ഒരു ധാരണയായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളായി നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഉച്ചകോടിയിൽ, ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. അതിനുശേഷം പിന്നീട് ഈ വർഷം ആദ്യം ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ഈ മാനസ സരോവറിലേക്ക് ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു സമവായം എത്തണം എന്ന ചർച്ചകൾ നടന്നതാണ്. അതിപ്പോൾ ധാരണയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അത് ഇല്ലാതാകുകയും യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ലഡാക്കിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ ടിബറ്റിലുള്ള കൈലാസ് മാനസ സരോവറിലേക്ക് ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു ബാൻ ചൈന ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, കൈലാസ് മാനസ സരോവർ എന്നത് ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചും ബുദ്ധിസ്റ്റുകൾക്കും ജൈനന്മാർക്കും വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ടിബറ്റ് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ബുദ്ധമത രാഷ്ട്രമാണെങ്കിലും ചൈന പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചൈനീസ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ടിബറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ഭരണത്തിന് കീഴിലുള്ള അവരുടെ അധിനിവേശത്തിന് ഇരയാക്കപ്പെട്ട ഒരു ദേശമാണ്. അതിനാൽ തന്നെ ചൈനയുടെ ചൈനയുടെ അനുമതി ഇല്ലാതെ അവിടേക്ക് തീർത്ഥാടനത്തിനോ മറ്റ് യാത്രകൾക്കോ ഒരു രാജ്യത്തിൻ്റെയും പൗരന്മാർക്ക് കടക്കാൻ സാധിക്കത്തില്ല. അതിനാൽ ചൈന ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഈ 4 വർഷം ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പോകാൻ കഴിയത്തില്ലെങ്കിലും മറ്റു രാജ്യങ്ങൾ, നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ, ഒപ്പം കംബോഡിയയൊക്കെ പോലുള്ള ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും നേപ്പാൾ പോലുള്ള ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം തീർത്ഥാടകർ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തി ബന്ധങ്ങൾ വഷളായി നിന്നതിനാലാണ് ഇവിടെ നിന്നുള്ള തീർത്ഥാടകർക്ക് കൈലാസ് മാനസ സരോവർ യാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. അതെന്തായാലും ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എത്തുന്നു. വളരെ വൈകാതെ തന്നെ, സമീപകാലത്ത് തന്നെ ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വീണ്ടും കൈലാസ് മാനസ സരോവറിലേക്ക് യാത്ര നടത്താൻ കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രോഹിണി. ശരി ഗൗതം, ഭാരതീയർക്കുള്ള കൈലാസ് മാനസ സരോവർ യാത്ര നേരത്തെ പുനരാരംഭിച്ചേക്കും. യാത്ര പുനരാരംഭിക്കാൻ ഭാരതവും ചൈനയും ധാരണയിലായിരുന്നെങ്കിലും സമയക്രമം സംബന്ധിച്ച ധാരണയായിരുന്നില്ല. അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.